പ്യാരെ ബച്ചോ ആദാബ്. ഉറുദു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സോടെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചിരുന്നു. ഇന്ന് എല്ലാവരും പാഠപുസ്തകത്തിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് എടുക്കുക. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് പാഠത്തിൻ്റെ പേര്? പഠിത്തേ രഹോ ബഡ്ത്തേ രഹോ. എന്താണ് പഠന എന്ന് പറയുന്നത്? പഠന എന്ന് പറയുന്നത് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക, വായിക്കുക. വായിക്കുക, വളരുക. പഠന വളരുക, വായിക്കുക വളരുക. വായിച്ചുകൊണ്ടിരിക്കൂ, വളരൂ എന്നാണ്. വായിച്ച് വളരൂ എന്നാണ് അതിൻ്റെ ആശയം. അതിൽ ഒരു കവിതയുടെ 2 വരികളുണ്ട്. പ്രശസ്ത കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ബച്ചേ കി ദുആ എന്ന കവിത നിങ്ങളെല്ലാവരും കേട്ട് കാണും. ആ കവിതയിലെ 2 വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജിന്ദഗി ഹോ മേരി പർവാനെ കി സൂറത്ത് യാ റബ്ബ്, ഇൽമ കി ശമ്മ സേ ഹോ മുജ്കോ മുഹബ്ബത്ത് യാ റബ്ബ്. ജിന്ദഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം. പർവാന ഇയാൻ പാറ്റ, ഇൽമ അറിവ്, ഷമ്മ് വിളക്ക്, മുഹബ്ബത്ത്. മുഹബ്ബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയും. മുഹബ്ബത്ത് പ്രണയം, ഇഷ്ടം. ജിന്ദഗി ഹോ മേരി പർവാനയ്ക്ക് സൂറത്ത് യാ റബ്ബ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഇയാമ്പാറ്റയെ പോലെയാണ്. ഇൽമിക്ക് ഷമ്മസ് ഹോ മുജ്കോ മുഹബ്ബത്ത് യാ റബ്ബ്. എനിക്ക് അറിവിനോട് വല്ലാത്ത സ്നേഹം ഉണ്ട്. നമുക്ക് അടുത്ത പാഠം ഒന്ന് നോക്കാം. എന്താണ് പാഠത്തിൻ്റെ ഹെഡിങ്? നോക്കിയേ. ഹം ബി കുച്ച് കർ സക്തേ ഹെ. ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ. ഹം ബി കുച്ച് കർ സക്തേ ഹെ. നമുക്കും ചിലതെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ചിത്രം നോക്കിയേ. ചിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട് അല്ലേ? നല്ലൊരു സ്കൂൾ കാണാം. സ്കൂളിൻ്റെ മൈതാനത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്. റോട്ടിലൂടെ ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ മറുവശത്ത് ഒരു കുട്ടി ഉണ്ട് അല്ലേ? കുട്ടിയുടെ കയ്യിൽ ഒരു കുട്ടയുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടിയും അവരോടൊപ്പം ഉള്ളൊരു പണിക്കാരനാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബാബു ഇധർ ദേഖോ, ഇമാരത്ത് കാ കാം വോ ലോഗ് കരേംഗെ, നിർമ്മല टीचर ने कहा. स्कूल के करीब एक इमारत बनाई जा रही थी. मज़दूर अपने काम में मसरूफ़ थे. उनमें एक लड़का भी था. वो बार बार स्कूल की तरफ देख रहा था. बाबू देखिए. बाबू പറയുന്നു, देखिए टीचर, वो लड़का हमारी तरफ देख रहा है. टीचर, हमारे देश में इसी तरह के कई बच्चे हैं जो काम करने पर मजबूर है. बाबू, मजबूर क्यों है टीचर? टीचर, गरीबी हो सकती है और कुछ भी हो सकता है. बाबू, टीचर, क्या वो स्कूल नहीं जाएगा? टीचर, ऐसे बच्चों को स्कूल जाने का मौका है कहाँ? हिंदुस्तान में कई बच्चे तालीम से दूर हैं. हमारी सरकार उनके लिए बहुत कुछ कर रही है. बाबू, हम उन बच्चों के लिए कुछ नहीं कर सकते. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിൽ നമുക്കറിയാത്ത വാക്കുകൾ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. നോക്കുക, നമുക്ക് പാഠഭാഗം ഒന്നുകൂടെ വായിക്കാം. एक बार भी हम पढ़ सकते हैं. हम भी कुछ कर सकते हैं. നമുക്കും ചിലതെല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ബാബുവിനോട് ടീച്ചർ പറയുന്നതാണ്. ബാബു ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഇവിടെ പുറത്താണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബാബുവിൻ്റെ അതേ പ്രായക്കാരനായ ഒരു കുട്ടിയും ആ പണിക്കാർ കൂടെ ഉണ്ട്. അപ്പോൾ ബാബു ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ബാബു ഇധർ ദേഖോ. ബാബു ഇങ്ങോട്ട് നോക്ക്. ഇമാരത്ത് കാ കാം വോ ലോഗ് കരേംഗെ. ആ ബിൽഡിങ്ങിൻ്റെ പണി അവരെടുത്തോളും, നീ ഇങ്ങോട്ട് നോക്ക്.
നിർമ്മൽ ടീച്ചറിനെ കഹ. നിർമ്മൽ ടീച്ചർ ബാബുവിനോട് പറഞ്ഞു. നമ്മളെല്ലാം സാധാരണ ക്ലാസ്സിലിരുന്ന് ചിലപ്പോൾ പുറത്തേക്ക് നോക്കാറുണ്ട് അല്ലേ? അതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് ബാബു നോക്കിയപ്പോൾ ടീച്ചർ പറയാണ്, ബാബു ഇധർ ദേക്കോ, ബാബുവിനെ ഇങ്ങോട്ട് നോക്ക്, ഇമാരത്ത് കാ കാം വോ ലോഗ് കരേങ്കി. ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ അവർ ചെയ്തോളും, നീ ക്ലാസ് ശ്രദ്ധിക്ക്. സ്കൂൾ കെ കരീബ് ഏക്ക് ഇമാരത്ത് ബനായി ജാ രഹി തി. സ്കൂളിൻ്റെ പരിസരത്ത് ഒരു വലിയ ബിൽഡിങ് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മസ്ദൂർ അപ്പിനെ കാമൻ മസ്റൂഫ് തെ. ജോലിക്കാർ, മസ്ദൂർ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ, ജോലിക്കാരെല്ലാം അവരുടെ ജോലിയിൽ വ്യാപൃതരായിരുന്നു. അതായത് ഒരുപാട് ജോലിക്കാരുണ്ട്, അവരെല്ലാവരും കൂടി സ്കൂളിൻ്റെ അടുത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉന്മേം ഏക്ക് ലഡ്ക ബീത്ത. ആ ജോലിക്കാരെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഏക്ക് ലഡ്ക ബീത്ത, ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. വോ ബാർ ബാർ സ്കൂൾ കി തരഫ് ദേഖ് രഹാ ത. ആ ആൺകുട്ടി ജോലി ചെയ്യുന്നതിനിടെ ഇടയ്ക്കിടെ സ്കൂളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ബാബു പറയാണ് ടീച്ചറോട്, ദേഖിയേ ടീച്ചർ വോ ലഡ്ക ഹമാരി തരഫ് ദേഖ് രഹാ ഹെ. എന്താ പറയുന്നത്? ടീച്ചറെ ഒന്ന് നോക്കൂ, ആ കുട്ടി നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ആദ്യം ടീച്ചർ ബാബുവിനോട് എന്താ പറഞ്ഞത്? ആ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ അവർ ചെയ്തോളും, നീ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിന് മറുപടിയായിട്ട് ബാബു പറയാണ്, ദേഖിയേ ടീച്ചർ വോ ലഡ്ക ഹമാരി തരഫ് ദേഖ് രഹാ ഹെ. നോക്കൂ ടീച്ചറെ, ആ കുട്ടി നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. ടീച്ചർ ഹമാരി ദേശ് മേ ഇസ് തരാക്ക് കൈ ബച്ചേ ഹെ. അപ്പോൾ ടീച്ചർ പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ജോ കാം കർണേ പർ മജ്ബൂർ ഹെ. അവർ ജോലി ചെയ്യാൻ നിർബന്ധിതരാണ്. അപ്പോൾ ബാബുവിന് സംശയമായി. ബാബു ചോദിക്കുന്നത്, മജ്ബൂർ ക്യോം ഹേ ടീച്ചർ, എന്താണ് ജോലി ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നത്? എന്താണ് അവർക്ക് ജോലി ചെയ്യാൻ നിർബന്ധം? ടീച്ചർ പറയുന്നു, വരി ബി ഹോ സക്തി ഹേ ഓർ കുച്ച് ബി ഹോ സക്താ ഹേ. എന്താ പറയുന്നത്? ഒരു പക്ഷേ അവർ പാവപ്പെട്ടവരായിരിക്കും അല്ലേ? ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ബാബു ടീച്ചർ ക്യാ വോ സ്കൂൾ നെഹിം ജായെങ്കെ. അപ്പോൾ ബാബു ചോദിക്കാൻ ടീച്ചറോട്, ടീച്ചറെ ആ കുട്ടി അവർ സ്കൂളിലേക്കൊന്നും പോവാറില്ലേ എന്നാണ് ചോദിക്കുന്നത്. ടീച്ചർ പറയുന്നു, ഐസെ ബച്ചോം കോ സ്കൂൾ ജാനെ കാ മൗക്ക ഹെ കഹാം. അത്തരത്തിലുള്ള കുട്ടികൾക്കെല്ലാം സ്കൂളിലേക്ക് പോകാനുള്ള അവസരം എവിടെയാണ്? അവരെങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുക? അവർക്ക് സ്കൂൾക്ക് പോകാനുള്ള അവസരം എവിടെയാണ്? ഹിന്ദുസ്ഥാൻ മേം കൈ ബച്ചെ താലീം സെ ദൂർ ഹെ. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കുട്ടികൾ ഇതുപോലെ വിദ്യാഭ്യാസം കിട്ടാത്തവരുണ്ട്. വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. ഹമാരി സർക്കാർ ഉൻകെ ലിയെ ബഹുത് കുച്ച് കർ രഹി ഹെ. നമ്മുടെ ഗവൺമെൻറ് ഭരണകൂടം അവർ എന്ത് ചെയ്യുന്നു? ഈ കുട്ടികൾക്ക് വേണ്ടി, അതായത് വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് 14 വയസ്സ് വരെ എന്താണ് ഫ്രീ എഡ്യൂക്കേഷനാണ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലേ? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹമാരി സർക്കാർ ഉൻകെ ലിയെ ബഹുത് കുച്ച് കർ രഹി ഹെ. നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സർക്കാർ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാബു ഉൻ ബച്ചോം കെ ലിയെ കുച്ച് നഹീം കർ സക്തെ. ബാബു ചോദിക്കുകയാണ്, ഹം ഉൻ ബച്ചോം കെ ലിയെ കുച്ച് കർ നഹീം സക്തെ. നമുക്ക് അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്കെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുകയില്ലേ എന്നാണ് ബാബുവിൻ്റെ ചോദ്യം. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞാനൊന്നുകൂടെ പറയാം. ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷമാണ്. സ്കൂളിൻ്റെ പുറത്ത് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അല്ലേ? അവിടെ ബാബുവിൻ്റെ അതേ പ്രായക്കാരനായ ഒരു ആൺകുട്ടിയും പണി ചെയ്യുന്നുണ്ട്. ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ബാബു ആ കുട്ടിയെയും ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ ടീച്ചറേയും ബാബുവിനോട് പറഞ്ഞു, ബാബു നീ ഇങ്ങോട്ട് നോക്കുകയും ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ അവർ ചെയ്തോളും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ബാബു പറയണം, ആ കുട്ടി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു. പിന്നെ ബാബുവിൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ജോലി ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്ത് അതുപോലുള്ള ഒരുപാട് കുട്ടികളുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്
ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പം ബാബു ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്കും അത്തരത്തിലുള്ള കുട്ടികളെ പഠനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയില്ലേ എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് ആ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ഹമാരെ ആസ്പാസ് ഭി ഇസി തരഹ കെ ബच्चे होंगे, उनकी तालीम के लिए हम क्या कर सकते हैं? ചന്ദ് ജുംല ലിഖിയെ. നമ്മുടെ പരിസരത്തും ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അത്തരത്തിലുള്ള കുട്ടികളുടെ പഠനത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? അതായത് പഠിക്കാൻ പോവാത്ത അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലേ? അത്തരത്തിലുള്ള കുട്ടികളുടെ പഠനത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? അതാണ് ചോദ്യം. നമുക്ക് എഴുതാം അല്ലേ. കിതാബ് ദേ സക്തേ ഹിം, നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ പഠിക്കാനുള്ള പുസ്തകം, കിതാബ് ദേ സക്തേ ഹിം, പുസ്തകം വാങ്ങിക്കൊടുക്കാം. അതുപോലെ അവർക്ക് യൂണിഫോം അല്ലേ, കപ്പട ദേ സക്തേ ഹിം, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കാം. അതുപോലെ അവർക്ക് വേണ്ട മറ്റു കാശ് അല്ലേ, അവർക്ക് കാശിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ പൈസ ദേക്കർ മദദ് സക്തേ ഹിം, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഈ ചോദ്യം എഴുതി വെക്കുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ഉത്തരവും എഴുതി വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. കേരള के लोग कौन कौन सी नौकरियां करते हैं? चंद पेशों का नाम लिखिए और किसी एक पेशे के बारे में चंद जुमला लिखिए. കേരളത്തിലുള്ള ജനങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്? ഏതാനും തൊഴിലുകളുടെ പേര് പറയുക. ചന്ദ് പേശ എന്ന് പറഞ്ഞാൽ തൊഴിൽ. और किसी एक पेशे के बारे में चंद जुमला लिखिए, അതിലേതെങ്കിലും ഒരു തൊഴിലിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. നമ്മുടെ കേരളക്കാർ മാത്രമല്ല, നമ്മൾ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്? നമ്മൾ അധിക പേരും എന്താണ്? കർഷകരാണ്. കർഷകർക്ക് എന്താ പറയുക? കിസാൻ. അതുപോലെ മറ്റു ജോലികളും ചെയ്യുന്നുണ്ട്. വക്കീൽ അല്ലേ, വക്കീൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. അതുപോലെ പിന്നെ ഒരുപാട് ജോലികൾ, പിന്നെ ക്ലർക്ക് അല്ലേ, ക്ലർക്ക് അത് ജോലിയാണ്. ഹവാബാസ് പൈലറ്റിന് എന്താ പറയുക? ഹവാബാസ് പൈലറ്റ്. അതുപോലെ ടൈലറിന് എന്താ പറയുക? ദർസി. ഉസ്താദ് അല്ലേ, ടീച്ചറിന് എന്താ പറയുക? ഉസ്താദ്. അതുപോലെ ഡോക്ടർക്ക് നമ്മൾ ത്വബീബ് എന്ന് പറയും. ഇതുപോലുള്ള ഒരുപാട് ജോലികൾ ഉണ്ട് അല്ലേ. നമ്മുടെ ബാർബർക്ക് എന്താ പറയുക? ബാർബറിന് എന്താ പറയുക? ഹിജാം. അതുപോലെ ഒരുപാട് ജോലികളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു 4-5 ജോലികളുടെ പേര് നിങ്ങൾ എഴുതി വെക്കുക. ഇനി അടുത്ത ചോദ്യം, 4-5 പിന്നെ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു തൊഴിലിനെ കുറിച്ച് നിങ്ങൾ വിശദമായി എഴുതുകയും വേണം. ഉദാഹരണത്തിന് നമുക്ക് കൃഷിക്ക് കാഷ്ത്കാരി എന്ന് പറയും. നമുക്ക് കൃഷിയെക്കുറിച്ച് ഒരു 4 വാക്കുകൾ നമുക്ക് എഴുതി നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുതി നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരും. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ബാബു വരീബ് ലड़के के पास गया और बातें करने लगे, दोनों की गुफ्तगू लिखिए. ബാബു ആ പാവപ്പെട്ട കുട്ടിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ആ സംഭാഷണം നമ്മോട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം അല്ലേ. ഒരാളെ നമ്മൾ ആദ്യമായി കാണുമ്പോൾ അയാളോട് നമ്മൾ എന്ത് പറയും? നമസ്കാരം എന്ന് പറയും. അതിന് ഉറുദുവിൽ എന്താ പറയുക? ആദാബ്. അപ്പോൾ ബാബു ആ കുട്ടിയോട് ആദാബ് എന്ന് പറഞ്ഞു. ആ കുട്ടി തിരിച്ചെന്തായിരിക്കും പറയാം? അതേപോലെ തന്നെ ആദാബ് എന്ന് ഇങ്ങോട്ടും പറയും. മനസ്സിലായോ? ഇനി ബാബു ആ കുട്ടിയെ ആദ്യമായി കാണുകയാണ്. അപ്പോൾ ആ കുട്ടിയോട് എന്ത് ചോദിക്കും? എന്തായിരിക്കും ചോദിക്കുക? നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കും അല്ലേ. എങ്ങനെയാണത് എഴുതുക? ആപ്കാ നാം ക്യാ ഹേ, നിൻ്റെ പേര് എന്താണ്? ആ കുട്ടി എന്തായിരിക്കും മറുപടി പറയാം? മേരാ നാം, എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടിയുടെ പേര് സെമീർ എന്നാണ്. നമുക്കത് പിന്നീട് വരുന്നുണ്ട്. ഈ കുട്ടിയുടെ പേര് സെമീർ എന്നാണ്. എൻ്റെ പേര് സെമീർ എന്നാണ്. മേരാ നാം സെമീർ ഹേ. ബാബു വീണ്ടും ആ കുട്ടിയോട് ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ വീട്? എങ്ങനെ ചോദിക്കുക? തുമാരാ ഘർ കഹാം ഹേ,
നിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ ആ കുട്ടി മറുപടി എന്തായിരിക്കും പറയാം? എൻ്റെ വീട് ലാത്തൂർ മേഹേ, മേരാ ഘർ ലാത്തൂർ. ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. എൻ്റെ വീട് ലാത്തൂരിലാണ്. മേരാ ഘർ ലാത്തൂർ മേഹേ. ഇനി ബാബു ആ കുട്ടിയോട് ഇപ്പം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു, നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു, പിന്നെന്ത് ചോദിച്ചത്? വേറെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇനി അവസാനം ശുക്രിയ എന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിയും, അല്ലേ? ബാബു ആ കുട്ടിയോട് ശുക്രിയ എന്ന് പറയും. ആ കുട്ടി തിരിച്ചിങ്ങോട്ടും ശുക്രിയ, ഹുദ ഹാഫിസ് എന്ന് പറയും. അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഇനി അടുത്ത ഭാഗം നോക്കുക. ജൽസലയ്ക്ക് യാദ്മേ. എന്താണ് ജൽസല? ജൽസല എന്ന് പറഞ്ഞാൽ എന്താണ്? ജൽസല എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജൽസല എന്ന് പറഞ്ഞാൽ ഭൂകമ്പം. ജൽസല, അതുപോലെ തൂഫാൻ. തൂഫാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, അല്ല കൊടുങ്കാറ്റ്. സേലാബ് വെള്ളപ്പൊക്കം. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജൽസലയ്ക്ക് യാദ്മേ, നമുക്കത് നോക്കാം. ഭൂകമ്പത്തിൻ്റെ ഓർമ്മയിൽ. ദ്വാപഹർക്കോ, നമ്മളിപ്പോൾ ബാബുവിൻ്റെ കഥയായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്, അല്ലേ? ബാബുവിൻ്റെയും അതുപോലെ ആ പാവപ്പെട്ട കുട്ടിയുടെയും കഥ. ആ പാവപ്പെട്ട കുട്ടിയെ ബാബു സ്കൂളിൽ വെച്ച് ഇങ്ങനെ കാണുകയാണ്, അല്ലേ? ക്ലാസ്സിൻ്റെ അകത്തിരുന്ന് കാണുകയാണ്. കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് ഉള്ളത്, അല്ലേ? അത് കഴിഞ്ഞ് ഉച്ച സമയം, ഇൻ്റർവെൽ സമയം, അല്ലേ? ദ്വാപഹർ, ഉച്ച സമയം. ദ്വാപഹർക്കോ ഉസ്താദ് और बच्चे हाल में खाना खा रहे थे. ഉച്ച സമയത്ത് അധ്യാപകനും അതുപോലെ കുട്ടികളും ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഖാന ഖാത്തെ ഹുയെ ബാബു മസ്ദൂറോം കി തരഫ് ബാർ ബാർ ദേഖ് രഹാ ത. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാബു വീണ്ടും വീണ്ടും ആ തൊഴിലാളികളെ നോക്കിക്കൊണ്ടിരുന്നു. ഫിർ വോ ഉസ് ലഡ്കെ കെ പാസ് ഗയ ഔർ പൂച്ച. എന്നിട്ട് അതിനുശേഷം ബാബു എങ്ങോട്ട് പോയി? ഉസ് ലഡ്കെ കെ പാസ് ഗയ, ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, ഭായ് തുമാര ക്യാ നാം ഹേ ഔർ തും കഹാം രഹ്തേ ഹോ. എന്താ ചോദിക്കുന്നത്? ഭായ്, സഹോദര, തുമാര ക്യാ നാം ഹേ, നിൻ്റെ പേരെന്താണ്? ഔർ തും കഹാം രഹ്തേ ഹോ, നീ എവിടെയാണ് താമസിക്കുന്നത്? ലഡ്ക ഖാമോഷ് കാം കർത്താ രഹ. കുട്ടി അതിനൊന്നും പ്രതികരിക്കുന്നില്ല, അല്ലേ? ഖാമോഷ് കാം കർത്താ രഹ, കുട്ടി ഇങ്ങനെ മിണ്ടാതെ പണി ചെയ്തുകൊണ്ടേയിരുന്നു. കുച്ച് തോ കഹോ ഭായ്, ഇത്തിനി ചോട്ടി ഉമ്രമേ മസ്ദൂരി. മോനെ, നീ എന്തെങ്കിലും ഒന്ന് പറ. സഹോദര, നീ എന്തെങ്കിലും ഒന്ന് പറയൂ. ഇത്ര ചെറുപ്രായത്തിൽ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഇത്തിനി ചോട്ടി ഉമ്രമേ മസ്ദൂരി, ഇത്രയും ചെറുപ്രായത്തിൽ നീ എന്തിനാണ് ജോലി ചെയ്യുന്നത്? സമീർ അപ്പിനി ദർദ് ഭരി കഹാനി സുനാനെ ലഗ. സമീർ എന്ന് പറയുന്ന ഈ കുട്ടി അവൻ്റെ വേദനാജനകമായ കഥ പറയാൻ തുടങ്ങി. ദർദ് ഭരി കഹാനി, വേദനാജനകമായ കഥ. ദർദ് വേദന, കഹാനി കഥ. ക്യാ കഹൂം ഭായ്, എന്ത് പറയാനാ സഹോദര? മേരി ഹാലത്ത് ഹി കുച്ച് ഓർ ഹേ, എൻ്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. മേം ലാത്തൂർ കാ രഹ്നെ വാലാഹും, ഞാൻ ലാത്തൂരിൽ താമസിക്കുന്നവനാണ്. അതായത് എൻ്റെ സ്ഥലം എവിടെയാണ്? ലാത്തൂരിലാണ്. മാം ബാപ്പ് കാ യക്ലൗത്ത ബേട്ടാഹും, ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒരേ ഒരു മോനാണ്. യക്ലൗത്ത ബേട്ട, ഒരേ ഒരു സന്താനം, ഏകസന്തതി. ഞാൻ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരേ ഒരു മോനാണ്. തുമാരി തര മേംബി സ്കൂൾ പഠിത്താത്ത, നിങ്ങളെപ്പോലെ ഞാനും സ്കൂളിൽ പഠിച്ചിരുന്നു. ബാബുവിനോട് സമീർ പറയാണ്, ഞാൻ എന്തായിരുന്നു? സമീറിനെ ബാബു നിർബന്ധിക്കുകയാണ്, നീ എന്തെങ്കിലും ഒന്ന് പറ, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്താണ് എൻ്റെ പേര്, എൻ്റെ ജോലി എന്താണെന്നൊക്കെ ചോദിച്ചു, അല്ലേ? ആ സമയത്ത് പറയാണ്, എൻ്റെ പേര് സമീർ എന്നാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എൻ്റെ വീട് എവിടെയാണ്? ലാത്തൂരിലാണ്. ഞാനൊരു ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ഏക മോനാണ് എന്നൊക്കെ പറഞ്ഞു, അല്ലേ? നിങ്ങളെപ്പോലെ ഞാനും സ്കൂളിൽ പോയിരുന്നു. അബ്ബു ഹമേശ കഹാ കർത്തേ ഥേ, എൻ്റെ ഉപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്താ പറയാറുള്ളത്? പടായി മേൻ ധ്യാൻ രഖോ ബഡേ ആത്മീ ബഞ്ചാവുക. എന്താ പറഞ്ഞത്? പടായി മേൻ ധ്യാൻ രഖോ ബഡേ ആത്മീ ബഞ്ചാവുക. നീ എപ്പോഴും പഠനത്തിൽ ശ്രദ്ധിക്കണം, എന്നാൽ എന്താകും? വലിയ ആളായി മാറും. മേരെ അബ്ബു ബഡേ അഫ്സർ ഥേ, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു, വലിയൊരു ഓഫീസറായിരുന്നു. പിർ ക്യാ ഹുവാ സമീർ, ബാബുവിനെ പൂച്ച.
സമീറിൻ്റെ ഈ കഥ കേട്ടപ്പോൾ ബാബുവിന് വീണ്ടും ജിജ്ഞാസയായി. ബാബു ബാക്കിയും കൂടി അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. പിർ ക്യാ ഹുവാ സമീർ? ബാബുവിനെ പൂച്ച. പിന്നെ എന്ത് സംഭവിച്ചത് സമീറെ? പിർ ക്യാ ഹുവാ സമീർ? ബാബുവിനെ പൂച്ച. സമീറിനോട് ബാബു ചോദിക്കുകയാണ്, പിന്നെ എന്ത് സംഭവിച്ചത്? അപ്പോൾ എന്താ പറയുന്നത്? ക്യാ കഹൂം ഭായ്? എന്ത് പറയാനാ സഹോദര? മേരി തക്ദീർ ഹേ, എല്ലാം എൻ്റെ വിധിയാണ്, എൻ്റെ വിധി അതായിരുന്നു. സമീർ കി ആംഖേം ഭർ ആയി. ഇത് കേട്ടപ്പോൾ സമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സബർ കരോ, സബ് കുച്ച് ടീക്ക് ഹോ ജായേഗ. സമീറിനെ ബാബു ആശ്വസിപ്പിക്കുകയാണ്. സബർ കരോ, ഇനി ക്ഷമിക്ക്. സബ് കുച്ച് ടീക്ക് ഹോ ജായേഗ, എല്ലാം ശരിയാകും. ബാബുവിനെ തസല്ലീതി. ബാബു സമീറിനെ സമാധാനിപ്പിച്ചു അല്ലേ? എന്തായിരിക്കും കാരണം? സമീറിനോട് ബാബുവിന് മനസ്സിൽ ഒരു ദയ തോന്നി അല്ലേ? അവനെന്താ ചെയ്യുന്നത്? അവന് രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. പക്ഷേ ബാബു ക്ലാസ്സിലിരുന്ന് ശരിക്കും പഠിക്കുമ്പോൾ അതിനുള്ള അവസരം കിട്ടാതെ സമീർ കഷ്ടപ്പെടുകയാണ് അല്ലേ? ഈ സംഭവത്തിൽ അവന് പിന്നെ എന്തായിട്ടുണ്ടാകും? അവന് സമീറിനോട് സ്നേഹം തോന്നിയിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ട് ബാബു സമീറിനെ സമാധാനിപ്പിച്ചു. ഇനി സമീർ തൻ്റെ കഥ പറയാണ് ബാബുവിനോട്. ഇതുവരെ നമ്മൾ കഥ പറഞ്ഞിട്ടില്ല. സമീറിൻ്റെ ആ കഥ സമീർ ഇതുവരെ ബാബുവിനോട് പറഞ്ഞിട്ടില്ല. ഇനി അത് പറയാൻ പോവാണ്. ഏക്ക് രാത്രിക്ക് ബാത്ത് ഹേ, ഒരു രാത്രിയിൽ നടന്ന സംഭവമാണ്. മേം ഗഹരി നീന്ത് മേ ത, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഡറൗനി ആവാസിനെ മുജെ ജുക്കായ, ആ സമയത്ത് എന്തായി? നല്ല ഒരു അതിഭയാനകമായ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം എന്നെ ഉണർത്തി. ക്യാ ദേഖ്താഹും, ഞാൻ എന്താണ് കാണുന്നത്? ഘർ കി ജഗ പത്തറോം കാ ഢേർ ഹേ, എൻ്റെ വീട് നിന്നിരുന്ന ആ സ്ഥലം, ഞാൻ രാത്രി കിടന്നുറങ്ങിയിരുന്ന ആ സ്ഥലം ഇപ്പം വീടില്ല. അവിടെ എന്താ പകരം എന്താ ഉള്ളത്? ഘർ കി ജഗ പത്തറോം കാ ഢേർ ഹേ, എൻ്റെ വീട് നിന്നിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ എന്താണ്? വെറും കൽക്കൂട്ടങ്ങൾ, ഒരുപാട് കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. വീടൊക്കെ ആകെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. മേരി പ്യാരി മാം ഗിരി ഹുയി ദീവാർക്ക് നീച്ചെ ബേഹോഷ് പടി ഹേ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ആ വീണ് കിടക്കുന്ന ചുമരുകൾക്ക് താഴെ അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ഔർ അബ്ബു ജഹ്മി ഹോക്കർ തടപ് രഹേ ഹേ, മറുഭാഗത്ത് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ജഹ്മി ഹോക്കർ, ഇങ്ങനെ മുറിവ് പറ്റിയിട്ട് ഇങ്ങനെ പെടയുന്നുണ്ട്. ഹുദാജാനെ മേ കൈസെ ബച്ച് ഗയാ, ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട്, ദൈവത്തിനറിയാം ഞാൻ എങ്ങനെ രക്ഷപ്പെട്ട് എന്ന്. ജബ് ഹോഷ് മേ ആയാ തോ മേം ഹസ്പതാൽ മേ ത, എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ബാദ് മേ മാലൂം ഹുവാ കെ രാത് കോ ബഡാ സിൽസില ആയാ ത, എനിക്ക് പിന്നീട് മനസ്സിലായി ആ ദിവസം രാത്രി അതിശക്തമായൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു എന്ന്. ഹസാറോം ലോക് മാരേ ഗയേ, ആയിരക്കണക്കിന് ജനങ്ങൾ ആ ഭൂകമ്പത്തിൽ മരിച്ചുപോയി. അവർ ലാഖോം ബേഗർ ഹോഗയെ, അതുപോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു. ബേഗർ ഹോന, വീട് നഷ്ടപ്പെടുക. മേരി അമ്മി ഔർ അബ്ബൂബി, അതായത് ആ മരിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? മേരി അമ്മി ഔർ അബ്ബൂബി എന്ന് പറഞ്ഞ് നിർത്താണ്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അതിൽ ഉണ്ടായിരുന്നു. പിന്നെ ഡാഷിട്ട് നിർത്താണ്. ബാബുവിന് പറയാൻ കഴിയുന്നില്ല. പിർ ക്യാ ഹുവാ സമീർ? സമീറിനോട് വീണ്ടും ബാബു ചോദിക്കുകയാണ്, എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത്? തും യഹാം കൈസെ, നീ എങ്ങനെ പിന്നെ ഇവിടെ എത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സമീർ പറയുന്നു, ഏക്ക് മഹീനയ്ക്ക് ബാദ് ഹസ്പതാൽ സെ നിക്കല, ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി, എന്നെ ഡിസ്ചാർജ് ചെയ്തു. കഹാം ജാവും ക്യാ കരും? അപ്പോൾ സമീർ പറയാണ്, കഹാം ജാവും ക്യാ കരും, മേരെ സാമനെ കോയി രാസ്ത നഹീം ഥ. പിന്നെ പറയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു, ഞാൻ എങ്ങോട്ട് പോകാനാണ്? കഹാം ജാവും, ഞാൻ എങ്ങോട്ട് പോവും? ക്യാ കരും, ഞാൻ എന്ത് ചെയ്യും? മേരെ സാമനെ കോയി രാസ്ത നഹീം ഥ, എൻ്റെ മുമ്പിൽ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ബന്ധുക്കളൊക്കെ മരിച്ചുപോയി അല്ലേ? വീട് നഷ്ടപ്പെട്ടു പോയി. ഇനി ഞാൻ എങ്ങോട്ട് പോകാനാണ്? എന്ത് ചെയ്യാനാണ്? എനിക്കൊരു ഐഡിയയുമില്ല. ചലത്തെ ചലത്തെ ആഹിർഗാർ ഏക്ക് ഗാവ് മേം പഹുഞ്ച. അങ്ങനെ ഞാൻ ഒരുപാട് നടന്ന് അവസാനം എവിടെ എത്തി? ഒരു ഗ്രാമത്തിൽ ഞാൻ ചെന്നെത്തി. ഭൂക്ക പ്യാസ ഏക്ക് പേട് കെ നീച്ചെ ബൈട്ട.
എന്നിട്ട് ഞാൻ നല്ല വിശപ്പുണ്ട്, ഭൂക്ക, നല്ല വിശപ്പ്, നല്ല വിശന്ന് വലഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് ഞാനൊരു മരച്ചുവട്ടിൽ ചെന്നിരുന്നു. നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്, അങ്ങനെ എവിടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ വിഷമിച്ച് ഞാൻ ഒരു മരച്ചുവട്ടിൽ ചെന്ന് ഇരുന്നു. ഇനി ആ ചോദ്യം നോക്കിയേ. समीर ने पेड़ के नीचे बैठकर क्या सोचा होगा? ചന്ദ് ജുംല ലിഖിയേ. സമീർ ആ മരച്ചുവട്ടിൽ ഇരുന്ന് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? സമീറിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു അല്ലേ? അവന് വീട്ടുകാരൊന്നുമില്ല, വീടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അവന് മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. എന്തായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? യേ ഹുദ മേ കഹാം ജാവും, എൻ്റെ ദൈവമേ ഞാനിനി എങ്ങോട്ട് പോകും? അബ് മേ അകേലാഹും, ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ്, ഇപ്പോൾ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയാണ്. മുझे ഖാന ചാഹിയേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്കെന്ത് വേണം? ഭക്ഷണം വേണം. ദവാ ചാഹിയേ, എനിക്ക് മരുന്ന് വേണം. പൈസ ബി ചാഹിയേ, അതുപോലെ എനിക്ക് പൈസയും വേണം. ഇങ്ങനെ അവൻ ഇതെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ? ഇത്രയും കാര്യങ്ങൾ അവന് ചിന്തിച്ചിട്ടുണ്ടാകും. വേറെയും ഒരുപാട് കാര്യങ്ങൾ അവൻ ചിന്തിച്ചിട്ടുണ്ടാകും. അതാണ് നമ്മോട് എഴുതാൻ വേണ്ടി പറഞ്ഞത്. ഇത്തനെ മേം ഏക് ആദ്മി മേരെ പാസ് ആയ. അങ്ങനെ സമീർ ആ മരച്ചുവട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല അല്ലേ? വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഏക് ആദ്മി ആയ, ഒരു മനുഷ്യൻ വന്നു. വോ മേരി ബാത്തേം സുൻകർ മുझे അപ്നെ സാത്ത് ഘർ ലേ ഗയ. അയാൾ എന്ത് ചെയ്തു? ഞാൻ പറയുന്നതെല്ലാം കേട്ടു അല്ലേ? എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അയാളോട് പറഞ്ഞു, അയാളെല്ലാം കേട്ടു. അയാൾ എന്ത് ചെയ്തു? മുझे അപ്നെ സാത്ത് ഘർ ലേ ഗയ. അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉൻകാ നാം സൽമാൻ ത. ആ വ്യക്തിയുടെ പേരെന്തായിരുന്നു? സൽമാൻ എന്നായിരുന്നു. ഉൻകാ കൊയ് ബച്ച ന ത. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു, അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഉനോനെ മുझे അപ്ന ബച്ച ബനാ ലിയ. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ മകനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ കുട്ടിയെപ്പോലെ, സ്വന്തം മകനെപ്പോലെ എന്നെ അദ്ദേഹം നോക്കി. വ ബുഡാപ്പേ മേ ബി മസ്ദൂരി കർത്തേ തെ. അദ്ദേഹത്തിന് പ്രായമായിരുന്നു, ഈ വാർദ്ധക്യത്തിലും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടേ ഇരുന്നു. മേനെ സോച്ച കെ ഉൻകി മദദ് കർന മേരി ജിമ്മദാരി ഹെ. ഞാനിങ്ങനെ ചിന്തിച്ചു, അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിട്ടുണ്ട്, സൽമാൻ ഒരുപാട് പ്രായമായിട്ടുണ്ട് അല്ലേ? ഈ വയസ്സുകാലത്തും അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നത് മേരി ജിമ്മദാരി ഹെ, എൻ്റെ ഒരു കടമയാണ്. സമീർ കി കഹാനി സുൻകർ ബാബു കി ആംഖേം ബർ ആയി. സമീറിൻ്റെ ഈ കഥ കേട്ടപ്പോൾ ബാബുവിൻ്റെ മനസ്സിൽ സങ്കടം വന്നു, ബാബുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതാണ് കഥ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ നിങ്ങൾ, പ്രയാസമുള്ള വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി നമുക്കതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? സമീറും ബാബുവും അല്ലേ? രണ്ട് കുട്ടികളാണ്, രണ്ടുപേരും തുല്യ പ്രായക്കാരാണ്. സമീർ എന്താണ്, ഒരു ബിൽഡിങ്ങിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബുവിൻ്റെ അവസ്ഥ എന്താണ്? ബാബു പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? എന്നിട്ട് അവർ രണ്ടുപേരും നടത്തിയ സംഭാഷണങ്ങൾ നമ്മൾ കണ്ടു, അവരുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇത്തരം കാര്യങ്ങളാണ് ആ പാഠഭാഗത്ത് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് നോക്കാം. സമീർ കി കഹാനി സുൻകർ ബാബുനെ ക്യാ സോച്ചാ ഹോഗ. ഒന്നാമത്തെ ചോദ്യമാണ്, സമീറിൻ്റെ ഈ കഥ കേട്ടപ്പോൾ ബാബു എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നമ്മളാണെങ്കിൽ എന്താ ചിന്തിക്കുക? നമ്മോട് ഇതുപോലെ ഒരു പാവപ്പെട്ട ഒരാളെയും അദ്ദേഹത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും പറയാണ്, നമ്മുടെ അതേ പ്രായത്തിലുള്ള ഒരാളാണ്. നമ്മളെന്താ ചിന്തിക്കുക? നമ്മൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അല്ലേ? നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമോ? നമുക്കതിനുള്ള ശേഷിയൊന്നുമില്ല അല്ലേ? നമ്മൾ കുട്ടികളായതുകൊണ്ട് നമുക്ക് അയാളെ സഹായിക്കാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്ക് നല്ല ദുഃഖം ഉണ്ടാവും അല്ലേ? നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ഉപ്പാനോട് അല്ലെങ്കിൽ ഉമ്മാനോടൊക്കെ പറയും അല്ലേ? എന്നിട്ട് ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി പറയും. നമുക്കത് എഴുതാം. സമീർ കി കഹാനി സുൻകർ ബാബു കോ ദുഃഖ് ഹുവ. സമീറിൻ്റെ കഥ കേട്ടപ്പോൾ ബാബുവിന് വളരെയധികം ദുഃഖം തോന്നി. വോ സമീർ കോ മദദ് കർനെ കെ ലിയെ സോച്ച. അവനെന്ത് ചെയ്തു? സമീറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു. അവർ അപ്പിനെ അമ്മി അവർ അല്ലെങ്കിൽ മാം ബാബ് സെ മദദ് കർനെ കെ ലിയെ കഹ അല്ലേ? അങ്ങനെ എഴുതാം. സമീറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഉപ്പാനോടും ഉമ്മനോടും പറഞ്ഞു.
അങ്ങനെ എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. बच्चों, अगर आपकी मुलाकात समीर से हो जाए तो आप उससे क्या क्या सवालात करेंगे? चंद सवालात तैयार कीजिए. കുട്ടികളെ, നിങ്ങൾ സമീറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, അഗർ ആപ്കി മുലാഖാത്ത് സമീർ സെ ഹോ ജായേ തോ, നിങ്ങൾ സമീറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, എന്താ ചോദ്യം? അഗർ ആപ്കി മുലാഖാത്ത് സമീർ സെ ഹോ ജായേ തോ, നിങ്ങൾ സമീറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ആപ്പ് ഉസ്സെ ക്യാ ക്യാ സവാലാത്ത് കരേങ്കെ, നിങ്ങൾ സമീറിനോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും? ചന്ദ് സവാലാത്ത് തയ്യാർ കീജിയെ, ചില ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക. ഇപ്പോൾ നമ്മളും സമീറും തമ്മിൽ കണ്ടുമുട്ടാണ്. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ സമീറിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക എന്നാണ് ചോദ്യം. നമുക്ക് എന്തെല്ലാം ചോദിക്കാം? ആദ്യമായിട്ടൊരാളെ കാണുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? ആപ്കാ നാം ക്യാ ഹേ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും അല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് നമുക്കറിയണം അല്ലേ. ആപ്കാ ഘർ കഹാം ഹേ, അങ്ങനെ ചോദിക്കാം. പിന്നെന്താ ചോദിക്കാം? നീ എങ്ങനെ ഇവിടെ എത്തിയും ചോദിക്കാം അല്ലേ. ആപ്പ് യഹാം കൈസെ പഹുഞ്ച, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇനി വേണമെങ്കിൽ നമുക്ക് അവരുടെ സമീറിൻ്റെ വീട്ടുകാരെക്കുറിച്ചൊക്കെ ചോദിക്കാം അല്ലേ. ആപ്കാ അബ്ബ അമ്മി കഹാം ഹേ, നിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ എവിടെയാണ്? ഇനി വേണമെങ്കിൽ എന്തിനാണ് ഇത്ര ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുക അല്ലേ. ആപ് ക്യോം കാം കർത്തേ ഹേം, നീ എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ആപ് ക്യോം കാം കർത്തേ ഹേം, നീ എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചന്ദ് സാൽ സൽമാൻ കെ സാത്ത് സമീർ കാം കർത്താ രഹ. അങ്ങനെ സമീർ ഒരു ഗതിയുമില്ലാതെ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ നിന്ന് ആര് കൊണ്ടുപോയി? സമീറിൻ്റെ വേദനാജനകമായ കഥകളൊക്കെ കേട്ടപ്പോൾ സൽമാൻ കൊണ്ടുപോയി. സൽമാൻ്റെ കൂടെ ഒരുപാട് കാലം സമീർ താമസിച്ചു. പിർ ക്യാ ഹുവാ ഹോഗ, പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കഹാനിക്കോ ആകെ ബടായിയെ, ഈ കഥ നിങ്ങൾ ബാക്കി എഴുതണം. ഇപ്പോൾ സമീറിൻ്റെയും സൽമാൻ്റെയും കഥ നമ്മൾ പറഞ്ഞു അല്ലേ. സൽമാൻ്റെ വീട്ടിലാണ് സമീർ ഉള്ളത്. ഇനി പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. സമീർ വളരെ കഷ്ടത്തിലായിരിക്കുമ്പോൾ സമീറിനെ സഹായിച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് എഴുതാം? സൽമാൻ ഒരു പക്ഷേ കുറേ പ്രായം ആയിട്ടുണ്ടാകും അല്ലേ. കുറേ കാലങ്ങൾക്ക് ശേഷം സൽമാൻ്റെ പ്രായം കൂടി വന്നിട്ടുണ്ടാകും. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ബാബുവും അതുപോലെ സമീറും തമ്മിൽ നല്ല സുഹൃത്തുക്കളായി മാറി അല്ലേ. സമീറിനെ ഒരു പക്ഷേ ബാബു സഹായിച്ചിട്ടുണ്ടാകും. ബാബു സമീറിനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ടുണ്ടാകും അല്ലേ. പിന്നീട് പഠിക്കാനൊക്കെ ഉള്ള അവസരം സമീറിന് കിട്ടിയിട്ടുണ്ടാകും. ഇങ്ങനെ സമീർ പഠിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥനായി മാറിയിട്ടുണ്ടാകും. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ നല്ലൊരു ഉദ്യോഗസ്ഥനായി സമീറും മാറിയിട്ടുണ്ടാകും. നമുക്കത് ഉറുദുവിലൊന്ന് എഴുതി നോക്കാം. സൽമാൻ ബുഡാപ്പ ഹോ ഗയ, സൽമാൻ എന്ത് ചെയ്തു? പ്രായം വർദ്ധിച്ചു, വാർദ്ധക്യം ആയി അല്ലേ, വൃദ്ധനായി. സമീർ കോ ബാബു മദത് കിയ, സമീറിനെ ആര് സഹായിച്ചു? ബാബു സഹായിച്ചു. സമീറിന് എന്ത് ചെയ്തു? സമീർ കോ ബാബു അപ്പിനെ ഘർ ലേ ഗയ, അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. സമീറിനെ ബാബു തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സമീർ അച്ചി തര പട, സമീറിന് നന്നായിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടി, നന്നായിട്ട് പഠിച്ചു. അച്ഛ അഫ്സർ ബന, അങ്ങനെ അവസാനം എന്തായി? നല്ലൊരു ഓഫീസറായി, നല്ലൊരു ഉദ്യോഗസ്ഥനായി സമീർ മാറി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഇസ് കഹാനി കാ कौन सा किरदार आपको ज़्यादा पसंद आया? उस पर चंद जुमला लिखिए. ഈ കഥയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആ കഥാപാത്രത്തെക്കുറിച്ച് എഴുതുക. ഇതിലിപ്പോൾ നമ്മൾ എത്ര കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു? ഈ കഥയിൽ നമ്മൾ ആകെ എത്ര കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു? ബാബുവിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ, നിർമ്മല ടീച്ചറെക്കുറിച്ച് പറഞ്ഞു, സമീറിനെ കുറിച്ച് പറഞ്ഞു, സൽമാനെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെട്ടത്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സമീറിനെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് സമീറിനെ കുറിച്ച് എഴുതാം. സമീറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാനുണ്ട്? വോ ഏക്ക് അച്ഛാ ലഡ്കാ ഹെ, സമീർ എന്താണ്? ഇവർ നല്ല കുട്ടിയാണ്, നല്ലൊരു ആൺകുട്ടിയാണ് അല്ലേ. വോ ഏക്ക് അച്ഛാ ലഡ്കാ ഹെ, നമുക്കങ്ങനെ എഴുതാം. പിന്നെന്ത് എഴുതാം?
വോ കാം കർത്തേ ഹെ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്, പഠനെ കേലിയെ ജാത്തേ ഹെ ചാഹത്തെ ഹെ അല്ലേ, അവന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്ത് എഴുതാം, വോ സൽമാൻ കോ മദത് കർത്തേ ഹെ, സൽമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം.